ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. ഇപ്പം ഞാൻ ആദ്യം ഒരു ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പം ഈ ലൈൻ വരച്ചിട്ടാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കണ്ണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള അകലമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറച്ചൊന്ന് ലേറ്റായത്. നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ നല്ല കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ട് ഇരുന്നത്. ഇത് ഒരു ട്യൂട്ടോറിയലായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അപ്പം ഞാൻ വരച്ച് പോകുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫേസ് അത്യാവശ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർത്തത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇനി വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ഫോട്ടോയുടെ സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിപ്പം റൈറ്റ് സൈഡിലെ ആ ഒരു കണ്ണാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പം കണ്ണ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിൽ വലിപ്പം വ്യത്യാസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് രണ്ട് കണ്ണ് തമ്മിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് റഫായിട്ട് വരയ്ക്കുക. വരച്ചിട്ട് ആ ഒരു ഫോട്ടോയിൽ ആ ഒരു കണ്ണും തമ്മിൽ വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് തെറ്റുകൂടാണ്ട് തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ണിൻ്റെ വലിപ്പമൊന്നും പ്രശ്നമില്ലാണ്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞ് തന്നെ നിങ്ങൾ വരയ്ക്കുക. ഇപ്പം ഞാൻ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ കണ്ണ് വരച്ച സമയത്ത് ഇപ്പം ഉണ്ട്, ഇപ്പം കുറച്ച് ചെറുതായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് വരച്ച് പോയിട്ട് പിന്നീട് നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ ഔട്ട്ലൈനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലത്തെ മെക്കാനിക്കൽ പെൻസിലോ അല്ലെങ്കിൽ HP പെൻസിലോ മാത്രം യൂസ് ചെയ്യുക. കാരണം നമുക്ക് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പം ഫ്രീ ഹാൻഡിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മായ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ലൈറ്റായിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം ഏതൊരു ഡ്രോയിങ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു കുറച്ചൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ തെറ്റിപ്പോയത് തിരുത്താനായിട്ട് നിൽക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് മായ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ മായ്ക്കേണ്ടി വരും. അതായത് ഇപ്പം നമ്മൾ കണ്ണ് വരയ്ക്കുവാണെങ്കിലും കുറച്ചൊന്ന് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ അതിൻ്റെ ബാക്കിയും കൂടെയൊക്കെ ഒന്ന് വരയ്ക്കുക. കണ്ണിൻ്റെ പിരികം അങ്ങനെ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഒന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നെങ്കിൽ മാത്രം മായ്ച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ മായ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് ഡ്രോയിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചുകൂടെ ലോങ് ആണ് കേട്ടോ. കാരണം നമുക്ക് കുറേ സമയം എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും തെറ്റിപ്പോകാൻ ചാൻസ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ സ്പീഡിൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിലൊന്നും അല്ല കാണിക്കുന്നത് കണ്ണ് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് ഞാൻ ലേറ്റായത്. ഞാനും ഫ്രീ ഹാൻഡായിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് വരയ്ക്കാൻ അത്ര ഒരു നല്ല രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാനിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഫ്രീ ഹാൻഡായിട്ട് ഈ ചാനൽ തന്നെ. പിന്നെ ലൂമിസ് മെത്തേഡ് ഡ്രോയിങ് ചെയ്യാവുന്ന ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂമിസ് മെത്തേഡ് നമ്മൾ 1 വീഡിയോ 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതലായിട്ട് നമ്മൾ അതും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് ഒരു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഫേസ് വരയ്ക്കാനൊന്ന് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ആ വീഡിയോ കൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയൊരു ബുക്കാണിത്. A5 ബുക്കാണ്. അപ്പം ഇതിലാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബുക്കൊക്കെ വാങ്ങിയിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പഴയ അതായത് നമ്മൾ ആദ്യം വരച്ച ഡ്രോയിങ്ങൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരച്ചു, മൂക്കിൻ്റെ ആ ഒരു ഭാഗം വരച്ചു. നമ്മൾ ഓരോന്നും വരച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ വരച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ തൊട്ട് അടുത്തടുത്തുള്ള ഭാഗങ്ങളൊക്കെ വരച്ച് പോകുമ്പോൾ നമുക്ക് ആ ഒരു അകലം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. അപ്പം ലൂമിസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ പോലും ചെറിയ ഒരു വരകളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആ കണ്ണ് വരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ലൈൻ ഇട്ടതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് മനസ്സിലാക്കിയാണ് നമ്മൾ വരച്ച് പോകുന്നത്. ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ മെത്തേഡുകളൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം
ഒരു ലൈൻസ് മാത്രമേ വരച്ചുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു കണ്ണ് വരച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് തന്നെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുമ്പം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചിലർ വേറെ കുറച്ച് ലൈൻസൊക്കെ ഇട്ട് ആ രീതിയിൽ വരയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ചിലപ്പം അവരുടേതായ ഒരു രീതിക്ക് വരയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പം ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാൻ നമുക്ക് നല്ല പ്രാക്ടീസ് തന്നെ വേണം. ഇപ്പം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കണ്ണ് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലെ കണ്ണ് മാത്രമായിട്ട് നിങ്ങൾ കുറേ നാളത്തേക്ക് വരച്ച് പഠിക്കുക. ആ ഒരു കാര്യം ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു ഫോട്ടോയെ നോക്കി തന്നെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ആ ഒരു കാര്യം തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓരോന്നും ഇപ്പം ചുണ്ട് വരയ്ക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, പല്ല് വരയ്ക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ വരച്ച് തന്നെ പഠിക്കുക. ഇപ്പം കുറച്ച് നാൾ നിങ്ങൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. എങ്ങനെയാണ് കണ്ണ് വരച്ച് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് മൂക്ക് വരച്ച് തുടങ്ങേണ്ടത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വരച്ച് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഫോട്ടോ നോക്കി തന്നെ വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾ ചുമ്മാ വരച്ച് പോവുകയാണെങ്കിൽ അതിനൊരു ഇതില്ലാണ്ടാവും. അതായത് ആ വരയ്ക്കുന്നതിലൊരു അർത്ഥവും ഇല്ലാണ്ടാവും. അതേസമയം നോക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനും അത് തിരുത്താനും നമുക്കൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വരയ്ക്കാനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യേണ്ട വിധം. അപ്പോൾ നിങ്ങൾ ചെറിയ ഡ്രോയിങ്ങൊക്കെ ചുമ്മാ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്ങൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിനെ പ്രത്യേകിച്ച് നോക്കി വരയ്ക്കണമെന്നില്ല, നിങ്ങൾ ചുമ്മാ വരച്ച് പോയാലും മതി. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോർട്രേറ്റൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി വരയ്ക്കാനൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഡ്രോയിങ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ വരച്ച് പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫ്രീ ഹാൻഡായിട്ടാണെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഔട്ട്ലൈൻ നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കാൻ പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ഷെയ്ഡിങ്ങിലേക്ക് കടന്നാൽ മതി. അല്ലാണ്ട് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആദ്യം തന്നെ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ഔട്ട്ലൈന്, ഷെയ്ഡിങ്, ഹെയർ ഡ്രോയിങ് എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പിടികിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വരച്ചെടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മടുത്തു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മതി. ഡ്രോയിങ്ങിൽ അങ്ങനെയാണ്, നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ഷെയ്ഡിങ്ങിലേക്ക് കടന്നാൽ മതി. അപ്പം നമുക്ക് ഡ്രോയിങ് നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല സമയം നമുക്ക് തീർച്ചയായും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡ്രോയിങ്ങൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളൊരു ഒരു മണിക്കൂറെങ്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുമെങ്കിൽ ആ ഒരു മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, ചുണ്ട്, പല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മീശ ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താടിയാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളൊരു അകലമുണ്ട്. നമുക്ക് ആ ഒരു ഫോട്ടോ നോക്കുമ്പം നമ്മൾ വരച്ച് വരുന്നതനുസരിച്ചുള്ള അകലം നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വരച്ച് പോകുന്നതും. അപ്പോൾ നമ്മൾ ഫോട്ടോ കുറച്ചൊന്ന് സൂം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫോട്ടോ സൂം ഔട്ട് ചെയ്യാണ്ട് ഇരിക്കുക. ആ സൂം ചെയ്ത് വെച്ചേക്കുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫോട്ടോ ചെറുതാകുകയും നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു അളവ് അല്ലെങ്കിൽ ആ അകലം നമുക്ക് കിട്ടാണ്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ്ങിൽ തെറ്റുകൾ ഉണ്ടാവുകയും നമുക്ക് പിന്നീട് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈന് ഫേസിൻ്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം മാത്രം ആ ഒരു ഫോട്ടോ സൂം ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബേസിക്കായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടണം. നമ്മൾക്ക് ഓരോ ഫേസിനും ഓരോ ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 2-3 ഡ്രോയിങ്ങെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. പറഞ്ഞ പോലെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഡ്രോയിങ് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് വരച്ച് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തായാലും ഉണ്ടാകും. അപ്പം അതൊക്കെ നമുക്ക് കുറച്ച് ഡ്രോയിങ്സുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കാര്യം ഓക്കെ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ആ നെറ്റിയുടെ ഭാഗമാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അളവ് നമ്മൾ എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ണിൻ്റെ അവിടെ തൊട്ട് മുടിയുടെ ആ ഭാഗം തുടങ്ങുന്ന ഭാഗമില്ലേ അവിടെ വരെയോ, അല്ലെങ്കിൽ കണ്ണിൻ്റെ പുരുവം തൊട്ട് ആ മുടി നെറ്റിയുടെ അവിടെ നിന്ന് ആ മുടി തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെയുള്ള ഒരു മെഷർമെൻറ്റ് അളവ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ സൂം ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആ കണ്ണിൻ്റെ പുരുവം തൊട്ടുള്ള ഒരു അളവ് ജസ്റ്റ് നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആ ഒരു നോക്കിയിട്ട് തന്നെ, അതായത് നമ്മൾ ആ ഫോട്ടോ സൂം ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിയിട്ട് അതുപോലെ തന്നെ
ആ ഒരു അളവ് ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫ്രീ ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തെറ്റുകളുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വരച്ച് നോക്കുക, വരച്ച് നമുക്ക് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്ത് പോകുക, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. നമുക്ക് മുടി വരയ്ക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. നമുക്ക് ബേസിക്കായിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ പറഞ്ഞ പോലെ കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ല, മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മുടി വരയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഇത്ര ഭാഗം ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മതി. ഇപ്പം ഇത്ര വരച്ചാൽ പോലും നമുക്ക് കറക്റ്റ് ആ ഫേസ് അല്ലെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ് അല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഫ്രീ ഹാൻഡ് ചെയ്യുമ്പം ആ ഷേപ്പിലൊക്കെ ശകലത്തിനൊക്കെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ട്യൂട്ടോറിയലായിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് പ്രാക്ടീസാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഷേപ്പ് നമുക്ക് കിട്ടിയെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഡ്രോയിങ്ങൊന്നും നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടില്ല. നമ്മൾ കൂടുതലും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ A5 ബുക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ ഒരുപാട് വലിപ്പത്തിൽ വരയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മീഡിയം സൈസ് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മൾ ഒരുപാട് വലിയ പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഷേപ്പിലൊക്കെ അല്ലെങ്കിൽ ഷേപ്പൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മളൊന്ന് കുറച്ചൊന്ന് ചെറുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പം ഈ ഒരു A5 ബുക്കിൽ വരച്ച സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വലുപ്പത്തിൽ വരയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു A5 അല്ലെങ്കിൽ A4 ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് A5 തന്നെയായിരിക്കും നല്ലത് A4-നേക്കാളും. പിന്നെ നിങ്ങൾ ഗ്രിഡ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് A4 ആയിരിക്കും നല്ലത്. അത് A5-നേക്കാൾ നല്ലത് A4 തന്നെയാണ്. പിന്നെ A3-ലൊക്കെ നിങ്ങൾ തുടക്കത്തിലൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. A3-ലൊക്കെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ശ്രമിച്ച് നോക്കിയാൽ മതി. പിന്നീട് നമ്മൾ മെയിനായിട്ട് A4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് A4-ലൊക്കെ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. 2 പേരെ വരയ്ക്കണമെങ്കിൽ നമുക്ക് A4-ൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് വരയ്ക്കാൻ പറ്റും. നമ്മൾ അതിൽ കൂടുതൽ 2-3 വരെയൊക്കെ നമ്മളൊരു പേപ്പറിൽ വരയ്ക്കുമ്പോഴത്തേക്കും A4 വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തൊക്കെയാണ് നമ്മൾ A3 പേപ്പർ ചൂസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളിപ്പം തുടക്കത്തിൽ ഒരുപാട് പേരെയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിപ്പം സിംഗിൾ ഫേസ് തന്നെ വരച്ച് പഠിച്ചാൽ മതി. വരച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ നമുക്ക് 2 പേരെയൊക്കെ ഒന്നിച്ച് വരയ്ക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ 2 പേരെ ഒന്നിച്ച് നമുക്ക് വരച്ച് പഠിക്കേണ്ട വരുന്ന സമയത്ത് A3 പേപ്പറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏത് ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ഫേസ് വലുതും ആവല്ല, ഒരുപാട് ചെറുതും ആവല്ല, ഒരു മീഡിയം സൈസ് തന്നെ എപ്പോഴും വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ഷെയ്ഡിങ്ങൊക്കെ ആണെങ്കിലും കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് വലുപ്പത്തിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് ലെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം തുടക്കത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം തന്നെ നമുക്ക് ചെറുതായിട്ട് വരച്ച് പഠിക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഏകദേശം വരച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. കണ്ണിൻ്റെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ കണ്ണ് കൃഷ്ണമണിക്ക് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ പിരികം. അപ്പോൾ മുടി നമ്മൾ ഓൾറെഡി വരച്ചു. അപ്പോൾ മുടി വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് ഷെയ്ഡിങ്ങോ കാര്യങ്ങളൊന്നും ഈ ഒരു ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമ്മളെങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ മീശയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നു, ഒന്ന് കറുപ്പിച്ച് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അവർ കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രോയിങ് എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കണ്ട ആൾ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ളൊരു ഡ്രോയിങ് നമുക്ക് കിട്ടിയാൽ മതി. കാരണം നമ്മൾ ഫ്രീ ഹാൻഡാണ് ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ വരച്ചെടുക്കാൻ പറ്റിയല്ലോ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഇത്ര നല്ല രീതിയിൽ ഒരു ഷേപ്പ് എനിക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഡ്രോയിങ് ഒന്നും ഇത്ര ഇതായിട്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ഡ്രോയിങ് ചെയ്തിട്ടില്ല, ഇത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ 2 ഡ്രോയിങ്ങോ മറ്റോ ഞാൻ ചെയ്തിട്ടുള്ളൂ ഫ്രീ ഹാൻഡായിട്ട്. എന്നാൽ പോലും ആ ഒരു പെർഫെക്ഷൻ എനിക്ക് ആ ഒരു ഡ്രോയിങ്ങിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ ഡ്രോയിങ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ വരച്ച് പഠിക്കുന്നുണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ വരച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായും ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വരയ്ക്കാൻ പറ്റിയെങ്കിൽ ആ കാര്യങ്ങൾ തീർച്ചയായും കമൻറ്റ് വഴി അറിയിക്കുക എന്നോട്, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല.
നിങ്ങൾ വരച്ച ഡ്രോയിങ് എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിക്ക് ഒന്ന് അയച്ചു തരാനും ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഡ്രോയിങ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർക്കൊക്കെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ് ആവില്ല വീഡിയോ, അതുകൊണ്ട് അവർക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തുടർന്നും ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളതുവരെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് സമയമുള്ളപ്പോൾ പ്രാക്ടീസ് ചെയ്യുക.